അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു കർത്താവേ. ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി, ഇന്ന് പ്രഭാതത്തിൽ സമാധാനത്തോടെ എഴുന്നേൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു നാഥാ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു തരട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് അതിനെ ഞങ്ങളുടെ കർത്താവെ ആത്മിക ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ അതിന് കാരണമാക്കുമാറാകണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു അതാ. സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നതിനേക്കാളുപരി ആത്മിക ബലം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അറിയുന്ന കർത്താവ് ദൈവമേ ആ വിഷയങ്ങളുടെ മധ്യ പ്രവർത്തിക്കുമാറാകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെ പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിറവോടെ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവ് നേതൃത്വം നൽകുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവ് ആദ്യോടെന്തും കർത്താവ് അവിടുത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. നല്ല സങ്കീർത്തനങ്ങളെ നൽകുമാറാകണമേ. നല്ല ദൈവികാലോചനകളെ നൽകി ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. തിരുമേശം ഞങ്ങളുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് പങ്കാളികളാകുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമ്പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കാവുന്ന സ്തോത്രം. സകലമാനും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. ചേർന്ന കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. സ്തുതിക്കു യോഗ്യനവൻ, സർവശക്തൻ യഹോവയവൻ. സ്തുതിക്കു യോഗ്യനവൻ, സർവശക്തൻ യഹോവയവൻ. നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമ്മെ സ്നേഹിച്ചു, നമ്മെ വീണ്ടെടുത്തു. സ്വന്ത ജനമായി തീർത്തതിനാ, സ്വന്ത ജനമായി തീർത്തതിനാ. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. രോഗിക്കു വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. രോഗിക്കു വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. സൗഖ്യം നൽകിതാൻ ശക്തിയേകിടും, സൗഖ്യം നൽകിതാൻ ശക്തിയേകിടും. എന്നും ആശ്വാസം പകരുമാവൻ, എന്നും ആശ്വാസം പകരുമാവൻ. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. സേനകളിൽ നായകൻ, സർവശക്തൻ യഹോവയവൻ. സേനകളിൽ നായകൻ, സർവശക്തൻ യഹോവയവൻ. അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും. നമ്മെ ജയത്തോടെ നടത്തിയിടുമേ, നമ്മെ ജയത്തോടെ നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക, നാം ഉയർത്തുക ജയനാമം. രാജാധിരാജനവൻ, സർവശക്തൻ യഹോവയവൻ. രാജാധിരാജനവൻ,
ഉയർത്തുക ജയനാമം. രോഗിക്കു വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. രോഗിക്കു വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. സൗഖ്യം നൽകിടാൻ ശക്തിയേകിടും, സൗഖ്യം നൽകിടാൻ ശക്തിയേകിടും. എന്തും ആശ്വാസം പകരുമാവൻ, എന്തും ആശ്വാസം പകരുമാവൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സേനകളിൽ നായകൻ, സർവശക്തൻ യഹോവയവൻ. സേനകളിൽ നായകൻ, സർവശക്തൻ യഹോവയവൻ. അവൻ മുൻപിലും അവൻ പിൻപിലും, അവൻ മുൻപിലും അവൻ പിൻപിലും. നമ്മെ ജയത്തോടെ നടത്തിയിടുമേ, നമ്മെ ജയത്തോടെ നടത്തിയിടുമേ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. രാജാധിരാജനാവൻ, സർവശക്തൻ യഹോവയവൻ. രാജാധിരാജനാവൻ, സർവശക്തൻ യഹോവയവൻ. സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും, സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനെന്നും ആമേൻ, അവനെന്നും ആമേൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം.
ശന്തര. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി വീണ്ടും അടച്ചു പ്രാർത്ഥനയോടെ വീണ്ടും കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാം. അവൻ വീണ്ടും നമുക്ക് ഒരുമിച്ച് ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. അമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ അമേ സ്തോത്രം ആത്മാവിനാൽ വീണ്ടും നിറയപ്പെട്ടവരായി ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ, നല്ല ദൈവികാലോചനകളെ കേട്ട് കടന്നു വന്നതിനേക്കാളും പേര് ബലം പ്രാപിച്ചവരായി കർത്താവിങ്കിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചവരായി മടങ്ങുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് നമ്മെ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാൻ ഒരു വിടുതലിൻ്റെ കരം ഇന്ന് പകൽക്കാലവും നമ്മുടെ മേൽ നീട്ടുവാൻ നമ്മെ ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. തിരുമേശ നമ്മുടെ മധ്യമുണ്ടല്ലോ, അതിൽ നിന്ന് പങ്കാളികളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ചു, തുറന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ചു. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഒരു ആരാധനയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ വിട്ട് കടന്നു പോയി വരാന്ന എല്ലാവിധമാകുന്ന ആപത്തും അനർത്ഥങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങളെല്ലാം പിടിപ്പിച്ച് സമാധാനത്തോടെ ഈ രാവിലെ സമയം ദിവസങ്ങളിൽ കടന്നു വന്ന് അങ്ങേ പാടി ആരാധിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സംഘത്തരക്കാരനോട് ചേർന്ന് കർത്താവേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ മണം കർത്താവേ ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങൾ നന്ദിയോടെ ആയിരിക്കാൻ നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. കൂട്ടിവരുത്ത ജനത്തിനായ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരെങ്കിലും വിവിധ ആവശ്യങ്ങളുമായി ഭാരത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ നീ അവരെ സഹായിക്കുമാറാകണമേ, വിടുവിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധന കഴിഞ്ഞു പോകുമ്പോൾ കർത്താവേ ദൈവ സമാധാനം പ്രാപിച്ച് സന്തോഷം പ്രാപിച്ച് കടന്നു പോകാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ എല്ലാ ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാടുവാൻ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും പാടി ആരാധിക്കുവാൻ നീ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ല സങ്കീർത്തനം നൽകി തിരുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംഗീതനം കൂടി സംസാരിപ്പാൻ നിന്റെ ദാസരെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നല്ല സാക്ഷ്യങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുവചനത്തിൽ കൂടി ഞങ്ങളെ അവിടുന്ന് സംസാരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംസാരിക്കാൻ ആവശ്യമായ ദൈവകൃപ നിന്റെ ആശ്രമേൽ അവിടുന്ന് ചൊരിയുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആദ്യോടൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ നടത്തുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുമേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ നാഥാ, ഹല്ലേലൂയ. വിശുദ്ധിയോടെ ഭാഗവാക്കാവുവാൻ കർത്താവേ നീ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ എല്ലാ ശുശ്രൂഷയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിന്റെ സന്നിധി ഞങ്ങളായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മാനുമോത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 84-ാം സങ്കീർത്തനം 84-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 84, സാംസ് നമ്പർ 84, 84-ാം സങ്കീർത്തനം. അതിൻ്റെ അവസാനത്തെ വാക്യം 12-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഭാഗ്യവാന്മാർ അവൻ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴിൽ കിടക്കുമ്പോൾ അവൻ എന്നെ ജലാശയമാക്കി തീർക്കുന്നു. അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കവൽ എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവസൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരല്പസമയം നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത കർത്താവ്. ആമേൻ. ഈ നിമിഷം വരെ നമ്മെ പരിപാലിച്ച, നമ്മെ സ്നേഹിച്ച, നമ്മെ കരുതി അവിടുത്തെ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമായ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകലും ദൈവസന്നിധിയും കടന്നു വന്നിരിക്കുമ്പോൾ അവിടുന്ന് ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓർത്ത്, നമ്മെ നിർത്തിയിരിക്കുന്ന അവിടുത്തെ കൃപയെ ഓർത്ത്, ശത്രുവിന്റെ ദൃഷ്ടി പതിക്കാതെ നമ്മെ സൂക്ഷിച്ചിരിക്കുന്ന അവിടുത്തെ കൃപയെ ഓർത്ത്, അവിടുത്തെ കരുതലിനെ ഓർത്ത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരുമിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എല്ലാറ്റിലും ഉപരി അവിടുന്ന് നമ്മെ വീണ്ടെടുത്തതിനെ ഓർത്ത്, ആമേൻ, ഈ രക്ഷയുടെ സന്തോഷത്തിന്റെ ദിവ്യ സമാധാനത്തിന്റെ അനുഭവം നമുക്ക് നൽകി തന്നതോർത്ത്, ആമേൻ, അവിടുന്ന് നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ നമുക്ക് ഓർക്കുമ്പോൾ ഇന്ന് പകലും നമുക്ക് ഒരുമിച്ച് പറയാം, അവിടുന്ന് നമുക്ക് ജീവൻ നൽകി വീണ്ടെടുത്തത് കൊണ്ട് കർത്താവേ, എൻ്റെ ജീവനേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയാ. ആമേൻ. മറ്റെന്തിനെക്കാട്ടിലോ ഞാൻ അങ്ങേ സ്നേഹിക്കുക. അതുമാത്രം മതി കർത്താവേ. എൻ്റെ യേശുവേ, അങ്ങ് മാത്രമാണ് ആരാധ്യൻ. എൻ്റെ യേശുവേ, അങ്ങ് മാത്രമാണ് എൻ്റെ ആരാധ്യൻ. എൻ്റെ സങ്കടങ്ങൾ തീർത്തതിലല്ല, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, അവിടുന്ന് എനിക്ക് വേണ്ടി ജീവൻ നൽകിയതിനാൽ, ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ താഴ്ന്ന ഭൂമിയിൽ എനിക്ക് വേണ്ടി അവിടുന്ന് ഇറങ്ങി വന്നതിനാൽ നമുക്ക് ചേർന്ന് പാടാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങ് ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്ക് ആശ. പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ.
അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ അറിയിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ഹല്ലേലൂയ. ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനസ്സന്തോഷത്താൽ കർത്താവെ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. ചേർന്ന് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനസ്സന്തോഷത്താൽ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. അനന്തമായ സ്നേഹത്താൽ ചേർപ്പവനേ, എണ്ണമില്ല നന്മകൾ നൽകുന്നവനേ,
എന്നെ കാണിക്കുന്നവനെ ആശ്രയിക്കുന്നോനെ രൂപ ചുറ്റിക്കൊള്ളുന്നു. ഓ സങ്കേതമേ അടിമ ഞാനേ, ഘോഷിക്കുമേ മനസ്സന്തോഷത്താൽ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കിയല്ലോ. കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവൻ കണ്ണൂരിന് സന്തോഷമായി മാറ്റിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവൻ കണ്ണൂരിന് സന്തോഷമായി മാറ്റിയല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനസ്സന്തോഷത്താൽ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. ഓ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. പാവങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ, ശാപങ്ങളെ നീ ശുദ്ധമാക്കിയല്ലോ. പാവങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ, ശാപങ്ങളെ നീ ശുദ്ധമാക്കിയല്ലോ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിനായി എന്നെ താങ്ങിയല്ലോ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ, ഉണർവിനായി എന്നെ താങ്ങിയല്ലോ. സങ്കേതമേ അടിമ ഞാനേ, ഘോഷിക്കുമേ മനസ്സന്തോഷത്താൽ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. ഓ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. എന്നെയൊന്നു ഉപദേശിച്ചു നടത്തുന്നോനെ, ദൃഷ്ടി വെച്ചു ആലോചന നൽകുന്നവനെ. എന്നെയൊന്നു ഉപദേശിച്ചു നടത്തുന്നോനെ, ദൃഷ്ടി വെച്ചു ആലോചന നൽകുന്നവനെ. പോകേണ്ട വഴി എന്നെ കാണിക്കുന്നവനെ, ആശ്രയിക്കുന്നോനെ രൂപ ചുറ്റിക്കൊള്ളുമേ. പോകേണ്ട വഴി എന്നെ കാണിക്കുന്നവനെ, ആശ്രയിക്കുന്നോനെ രൂപ ചുറ്റിക്കൊള്ളുമേ. ഓ സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനസ്സന്തോഷത്താൽ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. ഓ കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കിയല്ലോ. കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ, യാചിച്ച എന്നെ സൗഖ്യമാക്കിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവൻ കണ്ണുനീര് സന്തോഷമായി മാറ്റിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവൻ കണ്ണുനീര് സന്തോഷമായി മാറ്റിയല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ
യേശുവിന്റെ നാമത്തിൽ. Thank you, Lord. Amen, amen, amen. Oh, hallelujah. രക്തം ചെയ്ത നന്ദി കർത്താവേ. Thank you, Lord. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Amen, amen. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Hallelujah, hallelujah. കർത്താവേ, തുടർന്നുള്ള സമയങ്ങളിലും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ സാന്നിധ്യബോധത്തോടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ഭൂപരപ്പിൽ ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ചില നാളുകൾക്ക് ശേഷം നമ്മുടെ മധ്യ ആയിരിക്കുന്നവർ, അമ്മ പുതുതായി ഇന്ന് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നവർ, പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. നമ്മുടെ പ്രിയ ജിലേഷ് ബ്രദറിൻ്റെ മാതാവ് പ്രിയ ആൻറ്റി ചില നാളുകൾക്ക് ശേഷം നമ്മോട് ഒരുമിച്ച് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നല്ലോ. പ്രിയ അമ്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയ ജോൺ വർഗീസ് ചായൻ്റെ മദറിലോ, നമ്മുടെ പ്രിയ ആൻറ്റിയുടെ മാതാവ്, സഹോദരി, പ്രിയപ്പെട്ടവർ ഇരുവരും നമ്മുടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ പി.എസ്. അലക്സാണ്ടർ ചായൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആമേൻ, കർത്താവ് ബലപ്പെടുത്തുന്നു. ഇപ്പോഴും ഭവനത്തിൽ വിശ്രമിക്കുന്നുവല്ലോ. പ്രിയ ചായൻ്റെ പൂർണ്ണ സൗഖ്യത്തിനായി നമുക്ക് ഒരുമിച്ച് ആമേൻ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നാം വായിച്ച സങ്കീർത്തനം 84 സങ്കീർത്തനമാണ്. സ്തോത്രം. ആമേൻ. ഈ സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്നുണ്ട്. ആമേൻ. നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ 10th-ലും +2-ലും എഴുതുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരല്പം കൂടുതലാണെന്നുള്ളത് നമുക്കറിയാം. ഏകദേശം
2 കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ മസ്കറ്റിൽ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറാകുന്നുണ്ട്. ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന ആഴ്ചയും, വരുന്ന ഞായറാഴ്ച മുതൽ വരുന്ന ആഴ്ച അതിൻ്റെ പിറ്റത്തെ ആഴ്ചയുമായിട്ട് എക്സാം കുഞ്ഞുങ്ങൾക്ക് 16 ആണ് ആരംഭിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ബോർഡ് എക്സാം. അതിന് മുമ്പായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ സ്തോത്രം, പ്രിയപ്പെട്ടവരുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ആ കാര്യം മുന്നമേ തന്നെ ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കാനും അവർക്ക് നല്ല രീതിയിൽ എക്സാം എഴുതുവാനും സ്വർഗത്തിൽ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നാം വായിച്ച സങ്കീർത്തനം 84-ാമത്തെ സങ്കീർത്തനമാണ്. നമുക്കതിൻ്റെ ശീർഷകത്തിൽ നിന്ന് തന്നെ ഈ സങ്കീർത്തനം രചിച്ചത് കോരഹപുത്രന്മാരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവാലയത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവാലയത്തിലേക്ക് കടന്നു പോകുവാൻ ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയെ, അതിൻ്റെ സന്തോഷത്തെ വിവരിക്കുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണ് ഈ 84-ാം സങ്കീർത്തനം. അതിൻ്റെ ആരംഭവാക്യം തന്നെ നാം ഇങ്ങനെ വായിക്കുന്ന, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം, അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ നിവാസത്തിൽ ഞാനായിരിക്കുന്നത് എത്ര മനോഹരമാണ്, എത്ര സന്തോഷമാണ്. ആമേൻ. യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുക, അങ്ങയുടെ കൂടാരത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. സ്തോത്രം. ആമേൻ. ആ കൂടാരത്തിൻ്റെ കാവൽക്കാരായിരുന്ന പ്രിയപ്പെട്ടവർ, അതിലിഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അതിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ പറയുക അതെനിക്ക് ഏറെ ഇഷ്ടമാണ്. ദൈവാലയത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ഭാഷയിൽ വ്യക്തമാക്കിയാൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിലേറെ സന്തോഷം എനിക്ക് ലഭിക്കാനായിട്ട് വേറെയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. എത്ര വേദനയുണ്ടെങ്കിലോ, എത്ര പ്രയാസമുണ്ടെങ്കിലോ, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിന് അതിൽ പരം സന്തോഷം വേറെയില്ല. കർത്താവ് നൽകുന്നൊരു സന്തോഷമുണ്ട്, അവിടുന്ന് നൽകുന്നൊരു സമാധാനമുണ്ട്. അത് സ്തോത്ര സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ഈ ലോകത്തിൽ മറ്റൊരിടത്തും ലഭിക്കാത്ത സന്തോഷം നൽകി തരുന്നത് കർത്താവ് മാത്രമാണ്. അവിടുത്തെ സന്നിധിയിൽ മാത്രമാണ് അത് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നത്. തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് പറയുക, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വസിക്കുന്നത്, അവിടുത്തെ തിരുനിവാസത്തിൽ ഞാൻ ആയിരിക്കുന്നത്, അത് എത്ര മനോഹരമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിൽ തന്നെ ഭാഗ്യവർണ്ണനയുടെ 3 പടികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നേ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 5-ാമത്തെ വാക്യം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അതിൻ്റെ 12-ാമത്തെ വാക്യം, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവർണ്ണനയുടെ 3 പടികൾ ഈ സങ്കീർത്തനത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുക. 1, ആലയത്തിൽ വസിക്കുന്നവർ. ദൈവിക സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്ന ഏതൊരു ദൈവ പൈതലും ഭാഗ്യ പദവി സൃഷ്ടിച്ചതാ. കർത്താവിൻ്റെ ബലം തങ്കിലുള്ള ദൈവമക്കൾ അവർ ഭാഗ്യം ഉള്ളവരെ. കാരണം മാനുഷിക ബലം പലപ്പോഴും ചോർന്നു പോകുമ്പോൾ സ്തോത്രം, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ അതിശയകരമായി മുന്നോട്ട് നയിക്കുന്നത് കർത്താവിങ്കിൽ നിന്ന് അവിടുന്ന് നൽകുന്ന ബലമാ, അവിടുന്ന് നൽകുന്ന ശക്തിയാ. അതുകൊണ്ട് ആ വ്യക്തതയോടെ പറയുന്നത്, കർത്താവിൻ്റെ ബലം ഒരുവനിൽ ഉണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. സ്തോത്രം. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും സ്തോത്രം, നമ്മുടെ മാനുഷിക ബലത്തെ, മാനുഷിക ശക്തിയെ കവിയുന്ന കർത്താവിൻ്റെ അമിത ബലം. സ്തോത്രം. അത് തൻ്റെ ഭക്തന്മാരുടെ മേൽ നൽകപ്പെടുമ്പോൾ അവർക്ക് ഈ ഭൂമിയിലെ കഷ്ടതകളോ പ്രയാസങ്ങളോ വേദനകളോ ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി കർത്താവ് നൽകുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള
പെരുവഴികളുണ്ട്. സിയോനിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആമേൻ കുറച്ച് കഠിനമേറിയ യാത്രയാണ്. പലയിടങ്ങളിലൂടെ താണ്ടി പോകേണ്ടതായിട്ട് വരും. എന്നാൽ സ്തോത്രം, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആ കർത്താവിൻ്റെ ബലം, ഹൃദയത്തിലുള്ളവരുടെ ആ കർത്താവിൻ്റെ ബലം ഏറ്റെടുത്തിരിക്കുന്നവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള ഒരു ഹൈവേ തുറന്നിരിക്കുകയാണ്. ഒരു പെരുവഴികളുണ്ട്. കാരണം അവർക്കറിയാം, സ്തോത്രം, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്, കർത്താവിൻ്റെ ബലമുണ്ട്. ആ ബലമാണ് സ്തോത്രം ഈ പ്രശ്നങ്ങളുടെ മധ്യ, പ്രതികൂലങ്ങളുടെ മധ്യ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഉറപ്പുള്ള ദൈവമക്കൾക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഇന്ന് പകൽക്കാലവും കഴിയട്ടെ. സ്തോത്രം. എൻ്റെ ഒടുക്കം പറയുക, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടാ? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തവൻ. 11-ാമത്തെ വാക്യം മൊത്തം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം സൂര്യനും പരിചയോ, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമുക്കിന്ന് പകൽക്കാലവും ഒരുമിച്ച് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പറയാം, അതെ, കർത്താവിൽ ആശ്രയിക്കുന്ന എനിക്ക് ഒരു നന്മയും മുടക്കാത്ത ഒരു കർത്താവ്, നടത്തുന്ന ഒരു കർത്താവ്, പരിപാലിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മെ തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുതരുത് പറയും. All children can stand together and will recite the Bible verse. Shalomi and Benny will come forward and will lead the session. Praise the Lord. Hebrews chapter 11 verse 6. But without faith, it is impossible to please him. For whoever comes to God must believe that God exists and that he rewards those who seek him. Amen. Amen. Shout hallelujah. Praise the Lord. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പോൾ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർ ഇത്രത്തോളം ശക്തീകരിച്ചു, ഇത്രത്തോളം ബലപ്പെടുത്തി, വീണ്ടും അവരെ ശക്തീകരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിറവോടെ നിയോഗത്തോടെ യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. അവിടുത്തെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. വിശേഷ കർത്താവ് ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിഞ്ചു പൈതങ്ങളെ ഏൽപ്പിക്കുന്നു, യൗവനക്കാരെ ഏൽപ്പിക്കുന്നു. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ തലമുറകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 2 മാസത്തോളം കുഞ്ഞിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് കടന്നു പോകാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവമക്കൾ ദൈവസഭ പ്രാർത്ഥിച്ചതുപോലെ ദൈവം തക്ക സമയത്ത് കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും ഭംഗിയായി നടക്കുവാൻ കൃപ ചെയ്തു. ഇവിടുന്ന് അനേക ദൈവമക്കൾക്ക് കടന്നു വരുവാൻ, അതുപോലെ XOPM മെമ്പേഴ്സായിട്ടുള്ള അനേക ദൈവമക്കൾക്ക് കടന്നു വരുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ബാംഗ്ലൂരിൽ അവരുടെ ഭവനത്തിലായിരിക്കുന്നു. ദൈവമക്കൾ അവരുടെ കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കടന്നുപോയ സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കാവലും ഞങ്ങളോട് കൂടെയിരുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ, ചെക്കപ്പ് നടത്തുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം വലിയവൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനും പോഴ്ചയ്ക്കും ഹല്ലേലൂയ. ദൈവം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വമെടുത്തു. ഹല്ലേലൂയ. ചെറുതും വലുതുമായ അനേക വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ നാമം ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയൊന്നല്ലാതെ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരുണയൊന്നല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ദൈവം ഓരോ ദിവസവും ഓരോ നിമിഷവും നടത്തുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കും കരുണയ്ക്കുമായിട്ട് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എവിടെയായിരുന്നാലും സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് മുമ്പോട്ട് നടത്തേണ്ടതിന്, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ദൈവമക്കളുടെ വീണ്ടും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇവിടെയുള്ള ദൈവമക്കളോടൊപ്പം കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് പിന്നെ എൻ്റെ കർത്താവിനെ ഒരു പ്രാവശ്യത്തോടെ സ്തുതിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പറഞ്ഞ ദൈവത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളം നാട്ടിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ ആയിരുന്നപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറച്ച് ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ ഓരോന്നായി ജീവിതത്തിൽ കൂടെ കടന്നുപോയപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിസ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും ദേശത്തേക്ക് കടന്നു വന്നത്. ദൈവഹിതമായാൽ ഇന്ന് വൈകിട്ട് തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. അവിടെ സ്റ്റെവിയും കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാളുകളിൽ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് താൻ സന്നിധിയിരുന്നു. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ആരുമില്ല. ഓക്കെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാശിയോടെ ദൈവസന്നിധി കടന്നു വന്ന എൻ്റെ ദൈവത്തെ മഹത്വം കയറ്റുവാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം ചില ദിവസങ്ങൾ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ തന്നെ അല്പമായ ആശ്വാസവും ആയിട്ട് ഇരിക്കുന്നു. എങ്കിലും എൻ്റെ പ്രിയ സഹോദരൻ US വളരെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നു. സഭയുടെ വിലയേറിയ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചുവരവിനും അവൻ്റെ ശേഷിക്കുന്ന കാലം ദൈവം കൊടുക്കുകയാണെങ്കിൽ അവൻ ദൈവസ്ഥാനത്ത് സാക്ഷിയായി ജീവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭ തുടർന്നും ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജർമ്മിയായിക്കും ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരിക്കലൂടെ സഭയോട് മൊത്തമായി സാക്ഷി നന്ദി കരയേറ്റുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥാനം എഴുതുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. സാക്ഷിവാചകങ്ങളിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പ്രിയ ബിജോയ് ബ്രദർ, പ്രിയ സൂ സിസ്റ്റർ, പ്രിയപ്പെട്ടവരെ കുടുംബമായി കർത്താവ് മാനിക്കുവാനിടയായി തീർന്നല്ലോ. കഴിഞ്ഞ നാളുകളിൽ പ്രിയ ഷെർലിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ നാട്ടിൽ കടന്നുപോയി. വിവാഹ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യവും കൃപയും പ്രിയപ്പെട്ടവരോട് കൂടെ ഇരുന്ന് അവരെ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ജിലേഷ് ബ്രദറിൻ്റെ പ്രിയ മാതാവ് നമ്മോട് ഒരുമിച്ച് അമ്മേനി ഇന്നായിരിക്കുന്നുവല്ലോ. പ്രിയ മാമ ശേഷാൽ വിസ ചേഞ്ചിങ്ങുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നു. അമ്മയെ കർത്താവ് അനുവദിച്ച നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുവല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യാത്രയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ സ്തോത്രം സഹായിക്കേണ്ടതിന് കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ശക്തീകരിക്കണം. നമുക്കൊരു പ്രാർത്ഥിക്കാം. പ്രിയ ജിലേഷ് ബ്രദറിനെയും കുടുംബമായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജെയിംസ് കെ ബ്രഹാം ബ്രദറിനെ കുടുംബമായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ നാം വളരെ ആത്മാർത്ഥമായി പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് സൗഖ്യവും വിടുതലും കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ജിജി ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. സ്വർഗത്തിലെ ദൈവം പൂർണ്ണ ബലം നൽകേണ്ടതിന്, സൗഖ്യം നൽകേണ്ടതിന്, ആമേൻ സ്തോത്ര സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം നീട്ടി ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ജെറമ്യ ജസ്രയേൽ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ അവയെ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്നുവല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, കർത്താവിനെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കാം. നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെല്ലാം ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഈ ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ പഠിക്കുവാനും ആ പഠിക്കുന്നതൊക്കെ അവരുടെ ഹൃദയത്തിൽ നല്ലതുപോലെ പതിയുവാനും അതനുസരിച്ച് എക്സാമിന് വേണ്ടി തയ്യാറാകുവാനും കർത്താവ് സഹായിക്കേണ്ടതിന് ശാരീരികമായ ബലം, മാനസികമായ ധൈര്യം കർത്താവ് കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടേക്ക് കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. യാത്രാ ക്രമീകരണങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കേണ്ടതിന് നമ്മെ കൃത്യസമയത്ത് കടന്നു വന്ന് ഇവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പനിയുടെയും മറ്റും അസ്വസ്ഥതയാലായിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവ് സൗഖ്യത്തോടെ ബലത്തോടെ നിർത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ PS അലക്സാണ്ടർ ചാനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ചാനെ കർത്താവ്
നമ്മെ സൗഖ്യത്തോടെ ബലത്തോടെ വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടർന്ന് ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ദൈവമേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ സ്വർഗ്ഗീയ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രാവശ്യം കർത്താവേ, ഞങ്ങൾ അടിയങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവിടെ ആക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കടന്നു വന്ന സമയം മുതൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാനും കർത്താവെ അങ്ങയെ സൂപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാനും കർത്താവയുടെ ദാസ് മരബലപ്പെടുത്താൻ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നന്ദിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന വചനം പറയാൻ അങ്ങ് ദാസിനെ ബലപ്പെടുത്തിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകം ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദുരാശങ്ങളുടെ അപ്പം അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്ന അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ട് കർത്താവ് ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ സ്വർഗ്ഗത്തിലുള്ള ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം കർത്താവെ അങ്ങ് തക്ക സമയത്ത് മറുപടി തന്ന് കർത്താവെ, ഞങ്ങളെ ജയോത്സവമായി കർത്താവ് ഈ മരുഭൂമിയിൽ നടത്തിയ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകം ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഓരോ വ്യക്തികളെ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, പ്രത്യേകിച്ച് വിജയിച്ച സൂസനാൻ്റെയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരം കർത്താവെ ഏറ്റവും അനുഗ്രഹമായി കർത്താവെ അമ്മകളുടെ വിവാഹം കർത്താവ് നടക്കുവാനിടയാക്കിയ കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷേ എല്ലാവരും നന്മകളാൽ ആ കുടുംബത്തെ കർത്താവ് നിറയ്ക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരായിരിക്കുന്ന സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മറ്റ് രണ്ട് പൈതങ്ങളെ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ പറഞ്ഞാരെല്ലാം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ജിലേഷ് ബ്രദറിൻ്റെ മാതാവും കർത്താവ് ഞങ്ങളുടെ ആരാധനയ്ക്ക് കടന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ശരിയാണ് ബലപ്പെടുത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേക നാളെ കർത്താവെ തിരിച്ച് നാട്ടിലേക്ക് കടന്നു പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ദൈവമേ വഴിയാത്രയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കുടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവേ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന താവേ, ജിലേഷ് ബ്രദർ സ്റ്റെഫി ആയിരിക്കുന്ന സാന്നിധ്യ കൃപണ പ്രാർത്ഥിക്കുന്ന പൈതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന താവേ, അവിടെ എല്ലാവിധ ആവശ്യങ്ങളിലും കർത്താവെ അങ്ങ് കൂടിയിരിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന താവേ, പ്രത്യേക കർത്താവെ ശാരീരികമായ പ്രയാസത്തിൽ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ ദൈവമേ, കർത്താവെ പരിയാഭാരപ്പെടുന്നതുകൊണ്ട് കർത്താവെ പൂർണ്ണമായ സൗഖ്യവും ബലവും കർത്താവെ കൊടുക്കുമാറൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേക ജെയിംഷാനെ കുടുംബായങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പഠിക്കാൻ ആവശ്യമുള്ള ബുദ്ധിജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കർത്താവെയാണ് പാട്ടുള്ള കരം കർത്താവെ തൊടുമാണെന്ന് പ്രാർത്ഥിക്കുന്നത്, പൂർണ്ണമായ സൗഖ്യവും ബലവും പ്രാപിച്ച് കർത്താവെ നിർത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്നത്, സഹോദരനോട് പ്രാർത്ഥിക്കുന്നത് രോഗത്തിൽ ഭാരപ്പെടുന്നില്ല പച്ച ആരോഗ്യത്തോടും ബലത്തോടും കർത്താവെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ കടന്നു വരുന്ന പുതിയ ദേവദാസനോട് പ്രാർത്ഥിക്കുന്ന അപ്പാ, അതേ കർത്താവെ എൻ്റെ വിസ ക്രമീകരണം നടക്കേണ്ടതായിട്ടുണ്ട് കർത്താവെ, എല്ലാം നന്നായി നടപ്പാൻ കർത്താവെ തക്ക സമയത്ത് അതിന് ക്രമീകരണം നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേക കർത്താവെ ഞങ്ങൾ അലക്സാനോട് പ്രാർത്ഥിക്കുന്ന പച്ച കഴിഞ്ഞ ദിവസം ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി കർത്താവെ, അങ്ങ് കൊടുത്ത വിടുതലിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടും കർത്താവെ ആയിരിക്കാൻ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവെ പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേക ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ കർത്താവെ പഠിക്കാൻ ആവശ്യമുള്ള ബുദ്ധി ജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാം നല്ല രീതിയിൽ പഠിക്കാനുള്ള കർത്താവെ കൃപ കൊടുക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാം കർത്താവെ ഓർമ്മയിൽ നിന്ന് എഴുതുവാനും കർത്താവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, നല്ല റിസൾട്ടോടെ പാസ്സാവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശാരീരികമായി കർത്താവരെ ബലപ്പെടുത്തണേ, മാനസികമായി അവരെ ബലപ്പെടുത്തണം പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗത്തിൻ്റെ പ്രയാസമൊന്നും അലട്ടുവാനിടയാകലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ നന്മകളാലും അവരെ നിറയ്ക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തുറന്നു നടക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചന ശുശ്രൂഷ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം സഹായിക്കണം വചനം പറയാൻ ഞങ്ങളുടെ ദാസനെ അങ്ങ് ബലപ്പെടുത്തുവാണെന്ന് പ്രാർത്ഥിക്കുന്നത്, തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ദൈവമേ, പ്രാഗൽഭ്യത്തോടെ അതിൽ കൈനീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകം ഇവിടെ കൂടി എന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒരു ആവശ്യങ്ങളുടെ അങ്ങനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിവിധ ആവശ്യങ്ങളുമായി കർത്താവെ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ടായിരിക്കും കർത്താവെ, ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് വിടുതലോടെ കർത്താവെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് മടങ്ങിപ്പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം കർത്താവ് അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മാനവമഹത്വം അങ്ങ് എടുക്കണമേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ കേൾക്കുമാറാണമേ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, 8-ാം വാക്യം, 12-ാം വാക്യം പ്രിയപ്പെട്ടവർ ഒരാൾ ശബ്ദമുയർത്തി വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22 ആൻഡ് വേഴ്സസ് 2, 8 and 12. അതിൻ്റെ 8-ാമത്തെ വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും,
മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. 12-ാമത്തെ വാക്യം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ആമേൻ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞ് മക്കൾക്ക് പോലും അറിയാവുന്ന ഒരു സംഭവമാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ മോരിയ മലയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം. അതുകൊണ്ടാണ് ഇതിൽ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിപ്പിച്ചത്. ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെയും ദൈവത്തോടുള്ള തൻ്റെ സ്നേഹത്തെയും തനിക്ക് വാഗ്ദത്തമായി ലഭിച്ച ഏകജാതനായ മകനോടുള്ള സ്നേഹവും കർത്താവ് പരീക്ഷിച്ചു. നമുക്കെല്ലാവർക്കും ഈ വസ്തുത അറിയാം. എന്നാൽ നാം ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ നൽകി തന്ന ദൈവികാലോചന ഇന്ന് പകൽ ദൈവജനത്തോട് അറിയിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ആയിരിക്കണം. നമുക്കറിയാം, നീണ്ട ഏകദേശം 24ഓളം വർഷങ്ങൾ ദൈവിക വാഗ്ദത്തത്തിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദൈവം തനിക്ക് വാഗ്ദത്തമായി നൽകിയ സന്താനമാണ്, മകനാണ് ഇസഹാക്ക്. ഈ കാത്തിരിപ്പിൻ്റെ മധ്യത്തിൽ ചില കുറുക്കു വഴികൾ താൻ അന്വേഷിച്ചത് നിമിത്തം തനിക്കുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതെല്ലാം വളരെ വ്യക്തതയോടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇസഹാക്കിനെ തനിക്ക് വാഗ്ദത്തമായി ലഭിച്ചു എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ബാലനെ, ഈ മകനെ എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കണം എന്ന് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. ആ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുമ്പോൾ നാം ഇപ്പോൾ വായിച്ച ആ വാക്യം വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ നീ കൂട്ടിക്കൊണ്ടുപോയി അവനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. സ്തോത്രം. ഈ കാര്യം ദൈവം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മാനുഷിക തലത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുവാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്ന്, ഇത്രയും കാലം എന്നെ കാത്തിരുത്തിയത് എന്തിനാണ്? ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തിനാ? എനിക്ക് ദാനമായി തന്നിട്ട്, സ്തോത്രം, ശരീരത്തിൻ്റെ നിർജീവമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് അത്ഭുതം ചെയ്തു എന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി വിടുതൽ ചെയ്തു എന്ന്, എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന്, സ്തോത്രം, എൻ്റെ കൂടെയുള്ള മറ്റനേകരുടെ മുൻപാകെ ഞാൻ പ്രഘോഷിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ, സ്തോത്രം, ഞാൻ സ്നേഹിക്കുന്ന, സ്തോത്രം, എൻ്റെ ഭാര്യ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബം സ്നേഹിക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്ന ഈ ഏകജാതനായ മകനെ തന്നെ ദൈവം ആവശ്യപ്പെടുന്നത്? സ്തോത്രം. എന്താ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായ ചോദ്യമാണ്. കാരണം ആമേൻ, സ്തോത്രം, അബ്രഹാം ദീർഘനാളുകൾ കാത്തിരുന്ന് ലഭിച്ച മകനാ. എന്നാൽ ഒരു കാര്യം അബ്രഹാമിന് വ്യക്തമായിട്ട് അറിയാം. ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്, അബ്രഹാം വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നമുക്കറിയാവുന്നത് പോലെ അബ്രഹാം ഒന്നും മടിക്കാതെ, ശങ്ക കൂടാതെ, ഒരു മടിയും കാണിക്കാതെ, തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ, സ്തോത്രം, തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് മോരിയ മലയിലേക്ക് ദൈവിക പദ്ധതി അനുസരിച്ച് തന്നെ യാത്ര ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം, സ്തോത്രം, ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതിയെ, ദൈവിക ഉദ്ദേശത്തെ വ്യക്തമായി തിരിച്ചറിയാവുന്ന അബ്രഹാം
ദൈവത്തെ അനുസരിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായി ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, ഓരോ ദൈവ പൈതലിനെ കുറിച്ചോ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നോ അവിടുത്തെ മുൻ നിർണയമാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നതെന്നോ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാ, സ്തോത്രം, ജീവിതത്തിന്റെ തലങ്ങളിൽ ഇതുപോലെ ഒരു കാര്യം ദൈവം ആവശ്യപ്പെടുകയോ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരു ചോദ്യം, എന്താ ഇങ്ങനെ എന്നൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. പകരം അതിന്റെ അപ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയുണ്ട് എന്ന തിരിച്ചറിവായിരിക്കട്ടെ നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ തൊട്ട് താഴോട്ടുള്ള വാക്യം നാം വായിക്കുമ്പോൾ അബ്രഹാം സകലതും ക്രമീകരിച്ചു. അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവൻ അതികാലത്തെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, കെട്ടി, ബാല്യക്കാർ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി, സകല ക്രമീകരണങ്ങളും ചെയ്തു. എന്നിട്ട് ഇവർ യാത്രയാകുക. ഈ ദൈവം കൽപ്പിച്ചാക്കിയ അല്ലെങ്കിൽ കൽപ്പിച്ച ആ മലയുടെ അടിവാരത്തിൽ താഴെ ചെല്ലുമ്പോൾ അബ്രഹാം പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് ഇന്ന് രാത്രി ശക്കലം പ്രാധാന്യം, അല്പമല്ല വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിന് 5-ാം വാക്യം, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറയാം. എന്താ അബ്രഹാം ഇങ്ങനെ പറഞ്ഞേ? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ, പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ഭാഗമൊന്ന് വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുക, സാധാരണ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസികൾ. വിശ്വാസമുണ്ട് എന്ന പൂർണ്ണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്തോത്രം. ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ചായോ. സ്തോത്രം. ഈ ചർച്ചിൽ വന്ന് പ്രസംഗമൊക്കെ കേട്ട് ആരാധിച്ച് കഴിയുമ്പോൾ സ്തോത്രം ആ സഭയ്ക്കകത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര ബലമാണ്. ഇവിടുന്ന് പുറത്തിറങ്ങി ഒരു നെഗറ്റീവ് വാക്ക് കേട്ടാൽ അതോടുകൂടി സകലതും തീർന്നു, സകല ബലവും ചോർന്നു പോയി. അങ്ങനെ ഒരു സാഹചര്യം മായിരുന്നില്ല അബ്രഹാമിൻ്റെത്. സ്തോത്രം. അബ്രഹാമിൻ്റെത് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അബ്രഹാം പറയുക, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരും. സ്തോത്രം. ആര് മടങ്ങി വരും? ഞാൻ മടങ്ങി വരും എന്നല്ല, ഞങ്ങൾ മടങ്ങി വരും. ഞാനും ബാലനും മടങ്ങി വരും. സ്തോത്രം. എനിക്കൊരു ഉറപ്പുണ്ട്. ആമേൻ. സ്തോത്രം. ഒരു ദൈവിക വാഗ്ദത്തം എൻ്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ആ ദൈവിക വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം അവിടുന്ന് നടത്തും. സാധാരണയായി അബ്രഹാം പറയേണ്ടത് ഇങ്ങനെയാ, ആമേൻ. സ്തോത്രം. ഞാൻ പോയി മകനെ യാഗം കഴിച്ച് ഒന്നെങ്കിൽ ആ മൃതശരീരവുമായിട്ട് ഞാൻ എന്ത് ചെയ്യാം? മടങ്ങി വരാം. അതല്ലെങ്കിൽ അവൻ യാഗം കഴിച്ചതിന് ശേഷം ഞാൻ മടങ്ങി വരാം. അബ്രഹാമിന് വളരെ വ്യക്തതയോടെ അറിയാം. കഴിഞ്ഞ നാളുകളിൽ ഇസഹാക്കുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക വാഗ്ദത്തം എൻ്റെ മേൽ കിടപ്പുണ്ട്. എൻ്റെ തലമുറയുടെ മേൽ കിടപ്പുണ്ട്. സ്തോത്രം. അങ്ങനെ തലമുറയുടെ മേൽ ദൈവിക വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ അവൻ ഇവിടെ വെച്ച് തീരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം. വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അവിടുന്ന് നടത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ എലയാസറിനോടുള്ള ബന്ധത്തിൽ ആമേൻ. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. സ്തോത്രം. നിന്റെ അവനൊരു അവകാശി നിനക്ക് വരുന്നുണ്ട്. ഈ അവകാശി പാതി വഴിയിൽ നശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. സ്തോത്രം. 2 ഉൽപ്പത്തി പുസ്തകം 21:12 നാം ഇപ്രകാരം വായിക്കുന്നു. അതും കൊണ്ടൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും
അവളുടെ വാക്കു കേൾക്കുക. ആ. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. സ്തോത്രം. ഇസ്മായിലുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തം ഇസ്ഹാക്കിൽ നിന്ന് പുറപ്പെടുന്ന സന്തതികൾ അത്രേ നിന്റെ സാക്ഷാൽ സന്തതികൾ എന്ന് അറിയപ്പെടുന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇങ്ങനെയൊരു വാഗ്ദത്തം അബ്രഹാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുമ്പോൾ അബ്രഹാമിന് ഉറപ്പുണ്ട്. സ്തോത്രം. പാതി വഴിയിൽ സ്തോത്രം എൻ്റെ ദൈവം ഇസ്ഹാക്കിനെ ചോദിക്കുന്നവനല്ല. സ്തോത്രം. ഇത് കേവലം എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാകയാൽ അവൻ ബാല്യക്കാരോട് പറയുക, ഞങ്ങൾ മലയിൽ കടന്നുപോയി അവൻ സ്തോത്രം യാഗം അർപ്പിച്ചിട്ട് ഞാനും എൻ്റെ ബാലനും മടങ്ങി വരും. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, അവൻ ഒരു വിഷയം ജീവിതത്തിൻ്റെ തലത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഒരു പ്രയാസം ജീവിതത്തിൻ്റെ തലത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഈ അവൻ വാഗ്ദത്തം കേട്ടിട്ടുള്ളവൻ, ഈ വാഗ്ദത്തത്തിൽ ഉറച്ചിട്ടുള്ളവൻ സ്തോത്രം ധൈര്യത്തോടെ പറയും, അതെ ഞങ്ങൾ മടങ്ങി വരും. സ്തോത്രം. ഇതിനപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണമുണ്ട്, അത് ഞങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പകൽ എത്ര പേർക്ക് അതിൽ ഉറച്ച് വിശ്വസിക്കാൻ കഴിയും? അവ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരല്പസമയം ആമേൻ ആ വാഗ്ദത്തം കേട്ടിട്ടുള്ള ദൈവമക്കൾ അവൻ നമ്മെ സംബന്ധിച്ച് നമ്മുടെ തലമുറകളെ സംബന്ധിച്ച് വാഗ്ദത്തം ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ ഒരല്പസമയം ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയുവാൻ കഴിയുമോ? വാഗ്ദത്തത്തിൽ വിശ്വസ്തനായവൻ, വാഗ്ദത്തത്തിൽ വിശ്വസ്തനായവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ എന്നെ തകർക്കുവാനല്ല, അതിനപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ പൂർത്തീകരണമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ബാല്യക്കാരോട് അബ്രഹാം പറഞ്ഞത് സ്തോത്രം ഞങ്ങൾ മടങ്ങി വരും, ഞാനും എൻ്റെ മകനും ബാലനും മടങ്ങി വരും. സ്തോത്രം. മടങ്ങി വരും. ഇതാണ് ഒരു ഉറപ്പ്. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ. സ്തോത്രം. ഒരു മടങ്ങി വരവുണ്ട്, ഒരു മടങ്ങി വരവുണ്ട്. സ്തോത്രം. 2 മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ. അമേൻ. സ്തോത്രം. എൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്, തീയുണ്ട്, വിറകുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അമേൻ സ്തോത്രം, അപ്പാ ഞാനൊരു ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. സാധാരണ അമേൻ സ്തോത്രം ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. പക്ഷേ അവൻ ഇതേവരെ അവൻ ബാല്യക്കാരോട് അവിടെ നിൽക്കുവാൻ പറയുന്ന സമയം വരെ ഈ കാര്യങ്ങൾ വാക്കി ക്രമീകരണങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ സ്തോത്രം ഏറ്റവും ആവശ്യമായിട്ടുള്ള യാഗവസ്തുവിനെ ഞാൻ കാണുന്നില്ല. സ്തോത്രം. അമേൻ. അബ്രഹാം അതിനൊരു മറുപടി മകന് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അത് നോക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. അത് യഹോവ നോക്കിക്കൊള്ളു. യഹോവ ജൈരേ, യഹോവ ഈരേ, അവിടുന്ന് കരുതുന്ന ദൈവമാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയാം, യഹോവ ഈരേ, അവിടുന്ന് കരുതുന്ന ദൈവമാ. സ്തോത്രം. ദി ലോർഡ് വിൽ സീ ടു ഇറ്റ്. അവൻ നോക്കിക്കൊള്ളുമെന്ന അവൻ മലയാളത്തിലും എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ 8ാമത്തെ വാക്യം, ദൈവം തനിക്ക് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. സ്തോത്രം. ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുക, പലപ്പോഴും അവൻ ഈ അബ്രഹാമിനെ ഒരു മാനുഷിക തലത്തിൽ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ തനിക്കവിടെ അവൻ ഈ ഒരു വാക്ക്, മകനെ അവൻ കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറയണമെങ്കിൽ എത്രമാത്രം ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അവൻ ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ തൻ്റെ കാത്തിരിപ്പിൻ്റെ ഫലം അവിടുന്ന് നൽകിയ ഉറപ്പിൻ്റെ ആഴം എത്ര വലുതായിരിക്കും. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ഈ അബ്രഹാമിനെയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്തോത്രം, ഈ പിതാക്കന്മാർ വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് ആ ദൈവത്തിൽ ആഴമായിട്ടൊന്ന് ആശ്രയം വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയുമോ? എനിക്ക് വേണ്ടി നോക്കുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആമേൻ. ആരെങ്കിലും ഒരു ചോദ്യമായി മുന്നോട്ട് വരുമ്പോൾ അത് എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ യഹോവ എനിക്ക് വേണ്ടി കരുതുന്നവനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആശ്രയിക്കാൻ ആരാ ഉള്ളേ? ആമേൻ. ഹൃദയ വിചാരങ്ങൾ ചിലപ്പോൾ പുകയുന്നുണ്ടാകാം, എന്നിട്ടും ആ വിശ്വാസത്തിൽ നിന്ന് തെല്ലും ഇടമാറാതെ അവൻ പറയുക,
അതേ യഹോവ നോക്കിക്കൊള്ളാം. സ്തോത്രം. എന്നെ ഇവിടെ കൂടെ കൊണ്ടുവന്നത് ഈ കർത്താവാണെങ്കിൽ ഇനി മുന്നോട്ട് നോക്കുവാൻ അവിടുന്ന് മതിയായവല. എൻ്റെ കർത്താവ് നോക്കിക്കൊള്ളും മകനെ. സ്തോത്രം. അവൻ താൻ ഏറെ സ്നേഹിക്കുന്ന ഏകജാതനായ മകൻ കൂടെ നടക്കുകയാണ്. ഈ മകനെ നോക്കുമ്പോൾ അവന് അബ്രഹാമിൻ്റെ ഹൃദയത്തിലൂടെ ചിലപ്പോൾ കടന്നു പോകുവാൻ സാധ്യതയുള്ള മനോവിചാരങ്ങൾ ഒരല്പസമയം കഴിയുമ്പോൾ സ്തോത്രം അമേ ഹല്ലേലൂയ അവൻ ഈ മകനെ ഞാനതെ പിടിച്ച് കടത്തേണ്ടതാണല്ലോ. എങ്കിലും എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ യഹോവ അവന് വേണ്ടി കരുതുന്നവനാ. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവാണല്ലോ. സ്തോത്രം. സ്വന്തം ഭാര്യയായ സാറ ഇപ്പൊ കൂടാരത്തില, ബാല്യക്കാര് കൂടെ ഉണ്ടായിരുന്നവരകലെയാണ്. സ്തോത്രം. ചില സാഹചര്യങ്ങളിൽ ആരുമില്ല എന്ന് തോന്നുമ്പോൾ, മനോവിചാരങ്ങൾ പുകയുന്ന സാഹചര്യങ്ങളിൽ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വേദനയുടെ കടന്നുപോയി എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് പോലെ സകലരും സ്തോത്രം ആശ്വസിപ്പിക്കുവാനുണ്ടെങ്കിലും ആരുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ നിന്റെ മേൽ വാഗ്ദത്തം നൽകിയിട്ടുള്ളവൻ വിശ്വസ്തനാകയാൽ ഇന്ന് പകലും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്തവന്റെ സാന്നിധ്യം അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കരേറ്റിയിട്ട് പറയുവാൻ കഴിയട്ടെ. അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് എന്റെ മനോവിചാരങ്ങൾക്കപ്പുറമായി ഞാൻ ഏകനെന്ന് തോന്നിയാലും എന്നെ നടത്തുവാൻ ശക്തനായവൻ കൂടെയുള്ളത് കൊണ്ട് ഒരു Hallelujah. Praise God. Hallelujah. ഞാൻ സ്തോത്രം ഈ ഭാഗത്ത് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുക, ഇങ്ങനെ കടന്നുപോയ സാഹചര്യങ്ങളിൽ അബ്രഹാമിനെ ദൈവം ശക്തിപ്പെടുത്തിയിട്ടുണ്ടാകണം, അബ്രഹാമിനെ ദൈവം ബലപ്പെടുത്തിയിട്ടുണ്ടാകണം. ആമേൻ. സ്തോത്രം. ചിന്തിച്ച് നമ്മുടെ ആമേൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ യാത്രകളിൽ നമുക്ക് ധൈര്യം നൽകുന്നത്. എത്ര പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് തരണം ചെയ്യാം ധൈര്യം ഉണ്ടെങ്കിൽ, മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ. മനസ്സ് സ്തോത്രം അധൈര്യപ്പെട്ടാൽ അവൻ എത്ര സിമ്പിളായ വഴികളിലും നാം വീണു പോകും, ഒട്ടും മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ സ്തോത്രം ഈ മനോധൈര്യം അബ്രഹാമിന് നൽകിയത് ഞാൻ വിശ്വസിക്കുകയാ. സ്തോത്രം ദൈവമാ. ആ വിശ്വാസം തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം അബ്രഹാമിന് ഒരു ഉറപ്പുണ്ട്. സ്തോത്രം ഞാൻ അവൻ ഈ കൊണ്ടുപോകുന്ന ഈ ബാലന് പകരം അവൻ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതുന്ന ദൈവമാ. സ്തോത്രം. അവൻ കരുതുവാൻ ശക്തനായ ദൈവമാ എന്ന ഉറപ്പ് അബ്രഹാമിലേക്ക് കയറിയപ്പോൾ ആ വിശ്വാസം വർദ്ധിക്കുവാനിടയായില്ലേ. പ്രൈസ് ദി ലോർഡ്. ഇനി താഴോട്ടുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുവാനും ആമേൻ അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കണ്ടെത്തുവാനും കഴിയുന്നുണ്ട്. ആമേൻ. ഏത് സമയത്താ എപ്പോഴാ ദൈവം കരുതിയത്? സ്തോത്രം. അവിടെ അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. സ്തോത്രം. അതിന്റെ 9-ാമത്തെ വാക്യം. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി, തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ആമേൻ. സ്തോത്രം. ഉദ്ദേശം ഒന്നും അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തൻ്റെ മകനെ ഈ ഹോമയാഗത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തു. വിറകടുക്കി ആ വിറകിൻ്റെ മുകളിൽ മകനെ കെട്ടി അവിടെ കിടത്തി. ആമേൻ. സ്തോത്രം. മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ആമേൻ. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ദൈവം ആ വാഗ്ദത്തം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം ഈ ഭാഗത്ത് പൂർത്തീകരിച്ചത് ദൈവത്തിൻ്റെ സമയത്താണ്. സ്തോത്രം. ഇതിനു മുൻപെങ്ങും ഈ ആട്ടുകൊറ്റൻ കിടന്ന് കരയുന്നത് അബ്രഹാം കേട്ടില്ല, അബ്രഹാം കണ്ടില്ല.
പക്ഷേ ഒരുക്കേണ്ട സമയത്ത് ആ അവസാനത്തെ നിമിഷത്തിൽ സ്തോത്രം അമേൻ സകലതും തീർന്നു എന്ന് തോന്നുന്ന സമയത്ത് മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തിരിക്കുന്ന ഈ അവസാന ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ സ്തോത്രം ഈ കത്തി മകന്റെ മേൽ വീഴുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കത്തി ഓങ്ങുവാനായി കത്തിയെടുത്തിരിക്കുന്ന ഈ അവസാന സമയത്ത് കർത്താവ് തന്റെ ദാസന് വേണ്ടി കരുതുന്ന ദൈവമാണ്. സ്തോത്രം. അബ്രഹാമിൻ്റെ കണ്ണുകൾ അതിനു മുമ്പ് കണ്ടില്ല. അതിൻ്റെ ഒരു റീസൺ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 13-ാമത്തെ വാക്യം, അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. സ്തോത്രം. തിരിഞ്ഞു നോക്കി, പുറകില് അമേൻ ആട് കിടക്കുകയാ. അവൻ കണ്ടു. സ്തോത്രം. എപ്പോൾ കണ്ടു? ദൈവശബ്ദം കേട്ടപ്പോൾ കണ്ടു. എപ്പോൾ കണ്ടു? തക്ക സമയത്ത് ദൈവപ്രവർത്തി വെളിപ്പെട്ടപ്പോൾ കണ്ടു. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്ന് പകൽക്കാലവും വിളിച്ചു പറയാം. ആത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവജനത്തോട് പറയട്ടെ, അവസാന നിമിഷത്തിലോ സ്തോത്രം പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. സ്തോത്രം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ കരം അവൻ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ വേണ്ടി നമുക്ക് പ്രചോദനം നൽകുന്ന ദൈവിക കരം സ്തോത്രം നമ്മുടെ കൂടെയുണ്ട്. അതുവരെ അബ്രഹാം കണ്ടില്ലെങ്കിലും അബ്രഹാമിന് വേണ്ടി ദൈവം മുന്നമേ ഒരുക്കിയിരിക്കുകയാണ്. ആമേൻ. ആട്ടിൻകുട്ടിയെ ദൈവം മുന്നമേ അബ്രഹാമിന് വേണ്ടി ഒരുക്കിയത്. പക്ഷേ അബ്രഹാം കണ്ടത് അത് തക്ക സമയത്താ. ആമേൻ. ഈ ഹഗാറിനെയും ഇസ്മായേലിനെയും മരുഭൂമിയിലേക്ക് അയക്കുന്ന ഒരു സംഭവം. മരുഭൂമിയിൽ ഇസ്മായേലും അമേൻ സ്തോത്രം തൻ്റെ മാതാവും അലഞ്ഞ് തിരിഞ്ഞ് അമേൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും വെള്ളവും ഒക്കെ തീർന്നിട്ട് മകൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഒരു അമ്പിമ്പാട് ദൂരം മാറ്റി കിടത്തിയിട്ട് മാതാവിരുന്ന് നിലവിളിക്കുന്ന ഒരു രംഗം തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സ്തോത്രം ആമേൻ ദൈവം ആമേൻ തൻ്റെ മാതാവിനോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ മകൻ്റെ നിലവിളി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടിരിക്കുന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളുടെ കണ്ണ് തുറന്നു. ഒരു നീരുറവ അവള് കണ്ടു. സ്തോത്രം. ദൈവം മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ആമേൻ നീരുറവയെ തുറന്നിരിക്കുന്നത് ഒരു നിലവിളിയുടെ മുൻപിൽ അവൾ കാണുവാനിടയായി തീർന്നത്. സ്തോത്രം. മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം അവൾ നിലവിളിക്കുമ്പോൾ തൻ്റെ മകൻ ആമേൻ സ്തോത്രം ആമേൻ ഒരൽപ്പം ദാഹജലത്തിന് വേണ്ടി നിലവിളിക്കുന്ന സാഹചര്യത്തിൽ ഈ ബാലന്റെയും മാതാവിന്റെയും നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ ആമേൻ അവിടുന്ന് തൻ്റെ ആമേൻ സ്തോത്രം അവളുടെ കണ്ണ് തുറന്ന് അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നീരുറവയെ കാണുവാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയാം, സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ കാണുവാൻ ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അവിടുത്തെ അത്ഭുതങ്ങൾ ദർശിക്കേണ്ടതിന്, അവിടുത്തെ അവൻ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം കാണേണ്ടതിന് ആ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഇന്ന് പകൽക്കാലം അവൻ സ്തോത്രം അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ ഇന്ന് പകൽക്കാലം തുറക്കുന്ന പകലാക്കി കർത്താവ് മാറ്റട്ടെ. അവൻ ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്നത് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നത് പ്രിയ ദൈവത്തിന്റെ പൈതലെ വെറുതെയല്ല. ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ കാണുവാൻ, ദൈവം മുന്നമേ കരുതിയിരിക്കുന്നതിനെ കാണുവാൻ അവൻ നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന ഒരു പകൽക്കാലമാക്കി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു അല്പസമയം ദൈവസന്നദ്ധയിൽ അവൻ ആരാധിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ, അവിടെ എനിക്ക് വേണ്ടി അവൻ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവൻ സ്തോത്രം ആ നന്മകളെ കാണേണ്ടതിന്, അത്ഭുതങ്ങളെ കാണേണ്ടതിന്, ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയേണ്ടതിന് എന്റെ കണ്ണുകളെ അവിടെ നിന്ന് തുറക്കണമേ. Hallelujah. Amen. തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീൻ. കാലതാമസം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയാണ്. ദൈവത്തിനത് തക്ക സമയമാണ്. ദൈവത്തിനറിയാം ഏത് സമയത്താണ് അവിടുത്തെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കേണ്ടത്.
ദൈവത്തിനറിയാം ഏത് സമയത്താണ് സ്തോത്രം ഞാൻ അവന് വേണ്ടി നൽകിയ വാഗ്ദത്തം നമ്മെ നിറവേറ്റേണ്ടതെന്ന്. ദൈവത്തിനറിയാം നമ്മുടെ ചിന്താധാരകൾക്കപ്പുറമായി അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യമല്ലേ പ്രിയ ദൈവത്തിന്റെ പൈതല് അവൻ നമ്മോട് കൂടെ ഇന്ന് പകൽക്കാലവും ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മുടെ വിചാരങ്ങളല്ല, നമ്മുടെ ദൈവത്തിന്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആ കർത്താവിന്റെ സാന്നിധ്യമല്ലേ ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യേ ഉള്ളത്. അങ്ങനെയെങ്കിൽ അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നത് ഒന്നേയുള്ളൂ, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത് കാണേണ്ടതിന് നിന്റെ കണ്ണുകളെ ഇന്ന് പകൽക്കാലം തുറക്കുന്ന പകൽക്കാലമാ. പ്രൈസ് ഗോഡ്, താങ്ക് യു ജീസസ്. ഞാൻ സ്തോത്രം. 2, എവിടെയാണ് ദൈവം കരുതിയത്? അവിടെ നാം വായിച്ച ഭാഗത്ത് 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അബ്രഹാം എത്തി. സ്തോത്രം. ദൈവം ചെല്ലാൻ പറഞ്ഞെടുത്ത അബ്രഹാം ചെന്നത്, പോകാൻ പറഞ്ഞെടുത്താ പോയത്. അവൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാ ദൈവം ചെന്നത്, അബ്രഹാം ചെന്നത്. അബ്രഹാമിന് വേണ്ടി ആ ദൈവം അയച്ച സ്ഥലത്ത് അബ്രഹാം ചെന്നപ്പോൾ അവിടെ അവന് വേണ്ടത് ദൈവം ഒരുക്കി. ആമേൻ, സ്തോത്രം. ഏലിയാവിന് വേണ്ടി കെരീത്ത് തോട്ടിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഏലിയാവിന് വേണ്ടി സാരാഫാത്തിലെ വിധവയുടെ പക്കൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അവിടെയൊന്നും ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളാ. സ്തോത്രം. എന്നാൽ ദൈവം പറഞ്ഞടുത്തേക്ക് ചെല്ലുമ്പോൾ, ദൈവിക വാഗ്ദത്തം അനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ, ദൈവിക കൽപ്പന അനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ, ദൈവിക നിയോഗം അനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ, സ്തോത്രം, ഒരുക്കുവാൻ ശക്തനായവൻ, കരുതുവാൻ ശക്തനായവൻ. പലപ്പോഴും നാം ചിന്തിക്കും, അവിടെ ചെന്നാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതുമോ? പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഒന്നും ഇല്ല എന്ന് തോന്നുന്നിടത്ത്, ആശ്രയിക്കുവാൻ വകയില്ല എന്ന് തോന്നുന്നിടത്ത്, ദൈവം തന്റെ ജനത്തിന് വേണ്ടി കരുതുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതല്ലേ മകന്റെ ചോദ്യത്തിന് 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ച, സ്തോത്രം, അവൻ അവിടെ 7-ാമത്തെ ചോദ്യം, അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഇടുന്ന ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. എന്താ ഈ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞത്? ദൈവം പറഞ്ഞിടത്തേക്ക് ഞാൻ പോകുകയാ. അതാ മോരിയ മലയില. സ്തോത്രം. ആ മലയിൽ ഞാൻ ചെല്ലും, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. സ്തോത്രം. എനിക്കൊരു ഉറപ്പുണ്ട്, ആമേൻ, അവിടുന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ, സ്തോത്രം, ആ കൽപ്പിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്ത്, നിയോഗിച്ചെന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് അവൻ എനിക്ക് വേണ്ടി കരുതുവാൻ, സ്തോത്രം, എൻ്റെ മേൽ അവൻ അയച്ചിരിക്കുന്ന വാഗ്ദത്തം നിറവേറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്നുള്ളൊരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ആ സ്ഥലത്ത് ഞാൻ ചെല്ലും. അവൻ എനിക്ക് വേണ്ടി കരുതും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, ഇന്ന് പൽക്കാലം ആത്മാർത്ഥമായി പറയട്ടെ, ഈ ഒരു ഉറപ്പായിരിക്കട്ടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ദൈവം അയച്ചാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അവിടെ കരുതുന്ന ഒരു കർത്താവ്. സ്തോത്രം. ആമേൻ. ഒന്നും ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലോ എനിക്ക് വേണ്ടി കരുതുവാൻ ശക്തനായ ഒരു കർത്താവ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു കർത്താവ്, എനിക്ക് മുന്നമേ ചെന്ന് എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കള് ഒരുമിച്ച് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ആമേൻ. അടുത്ത ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, എങ്ങനെയാണ് കരുതിയത്? 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. സ്തോത്രം. അവിടെ ഇങ്ങനെ നാം കാണുന്നത്, ആമേൻ, സ്തോത്രം, ഇപ്പോൾ വായിച്ച അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത്, ആമേൻ, സ്തോത്രം, ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്നു ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന്
സ്തോത്രം. ഈ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കരുതുന്നത് ആമേൻ ഓരോ സമയത്ത് ഓരോ വിധത്തിലാണ്. ഈ ശുശ്രൂഷ തലത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നമ്മൾ മാനുഷിക ചിന്താഗതിയിൽ ദൈവം ഒരേ രീതിയിൽ കരുതുമെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരേ രീതിയിൽ ഒരു പ്രാവശ്യം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ വിധത്തിൽ തന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമെന്ന് പൊതുവെ ഒരു ചിന്താഗതിയുണ്ട്. എന്നാൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതികൾക്ക് അപ്പുറമാണ്. അവൻ എങ്ങനെ കരുതും എന്ന് സ്തോത്രം ചോദിക്കുന്നതിന് മുമ്പിൽ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം. സ്തോത്രം, എനിക്ക് വേണ്ടി അവൻ തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കരുതുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അവിടുന്ന് എന്നോട് അറിയിക്കുന്നത് ഞാൻ അനുസരിക്കുമ്പോൾ, അവൻ അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു എന്ന് മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഭയപ്പെടുന്നവർക്ക് വേണ്ടി, സേവിക്കുന്നവർക്ക് വേണ്ടി, ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കരുതുന്നവൻ്റെ സ്തോത്രം അവൻ സാന്നിധ്യം നാം അനുഭവിച്ചറിയേണ്ടത് എങ്ങനെയെന്ന് നാം ചോദിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയണം. അവിടുത്തെ ഹിതപ്രകാരം, അവിടുത്തെ നിയോഗമനുസരിച്ച് സ്തോത്രം അവിടുന്ന് കരുതുവാനിടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം ഞാൻ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി. അവിടെ ഒരു കാര്യം വ്യക്തം. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം തൻ്റെ ജനത്തെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, പരീക്ഷയോട് കൂടെ പോക്ക് വഴിയും ഉണ്ടാക്കുവാൻ ശക്തനായൊരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, ഒരു കാര്യം ഈ ഭാഗത്തുനിന്ന് ഞാൻ ആമേൻ സ്തോത്രം ആമേൻ ഒറ്റ വാക്കിൽ കൺക്ലൂഷനായിട്ട് പറയാം. ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? നമ്മെക്കുറിച്ചൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? തലമുറകളെക്കുറിച്ചൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? അബ്രഹാമിനെ മുന്നിൽ നിർത്തി ആ വിശ്വാസത്തിൽ നമുക്കൊന്ന് വർദ്ധിച്ചു വരാം. അമ്മ കരുതുവാൻ ശക്തനായവൻ. അവൻ ദൈവസന്നിധിയിൽ പല ചോദ്യങ്ങളും ഇട്ടുകൊണ്ട് എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാം. എൻ്റെ മേല്, എൻ്റെ തലമുറയുടെ മേല് ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം വരുത്തുവാൻ അവിടുന്ന് ശക്തനായ കർത്താവ്. അവനെ അനുസരിക്കുക മാത്രം മതി. എനിക്ക് വേണ്ടി കരുതുവാനും അവിടുന്ന് ശക്തനാ. അതുകൊണ്ട് അവൻ അബ്രഹാം ആ സ്ഥലത്തിന് ഒരു വാക്കിട്ടോ, യഹോവ ജൈരേ, യഹോവ കരുതുന്ന കർത്താവ്. സ്തോത്രം. യഹോവ ഈരേ. 14-ാമത്തെ വാക്യം, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. അവൻ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാമോ? കരുതുന്ന കർത്താവ്. ആമേൻ. യഹോവ കരുതുന്ന കർത്താവ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ഒരു നിമിഷം കേൾക്കപ്പെട്ട ദൈവാലോചനയ്ക്ക് മുമ്പാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് പറയാം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. പലപ്പോഴും പല ചോദ്യങ്ങളിൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പ് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, വാഗ്ദത്തം നിവർത്തീകരിക്കുന്ന കർത്താവ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. കർത്താവ് എവിടുത്തെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന അടിയനെ ഏൽപ്പിക്കുന്നു. കേൾക്കപ്പെട്ട വചനം അടിയനും ജനത്തിനും ഒരുപോലെ ഉപകാരമായി തീർന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കാൻ സ്തോത്രം. അവിടുത്തെ ആത്മാവിൻ്റെ നിയോഗത്തിന് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ദൈവമേ, അബ്രഹാമിനെ പോലെ വിശ്വാസം വർദ്ധിക്കുവാൻ, പരീക്ഷിക്കപ്പെടുമ്പോൾ എന്തിന് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പകരം എൻ്റെ കർത്താവ് കരുതുന്നവനാണ്, കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് ധൈര്യത്തോടെ പറയുവാൻ സ്തോത്രം. ഞാൻ മടങ്ങി വരുമെന്ന ബാല്യക്കാരുടെ അബ്രഹാം പറഞ്ഞതുപോലെ ഞാനും ബാലനും മടങ്ങി വരുമെന്ന് പറയത്തക്കവണ്ണം സ്തോത്രം ഒരു മടങ്ങി വരവിനെ കുറിച്ച് പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഈരേ, യഹോവ ഈരേ എന്ന് ഏത് സമയത്തും പറയുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുക. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് വിശ്വാസസ്നാനം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവമക്കൾക്ക് ആമേൻ തിരുമേശയിൽ നിന്ന് പങ്കാളികളാകാം. നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഈ സമയത്ത്